എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് മണിപ്പൂരിലെ നൊനൈ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഗണപതി എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെയായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന ഒരു സ്ഥലത്ത് അവരുടെ ഒരു ബ്രാഞ്ചാണ് ഇവിടെ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഫാലും ഇപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ആസാം റൈഫിലിൻ്റെ ഉണ്ട്, ഒരു ആർമി ക്യാമ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഒരു മലയാളി ഒരു സാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാറ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു കഫേ ഉണ്ട്, ആർമിയുടെ തന്നെ ഒരു കഫേ ഉണ്ട്, അവിടെ വെച്ചേക്കണേ. ഇന്ന് നമ്മളത് പോയി എടുക്കും. അത് പോയി എടുത്തിട്ട് വേണം നമുക്കിന്ന് പോകാൻ. അപ്പോൾ അവിടെ അവരെയൊന്നും കാണിക്കാത്ത വേറൊന്നുമല്ല, ആർമിക്കാരായതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോയിൽ വരാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തിയേനെ. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾ അതിന് ചെറിയൊരു വീഡിയോ എടുത്തു, കാരണം ഇവിടുത്തെ ചെറിയ പണിക്കാരെയും പിന്നെ നമ്മൾ ഇന്നലെ ഒരു ചെറിയ പണി കിട്ടി, നമ്മുടെ ബാക്കിലെ ബോർഡ് പോയിട്ടാണ്, സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാൻ പോയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊന്നും എന്തായാലും ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. എനിക്ക് കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടിയേട്ടാ. भैया आपका नाम क्या है? राहुल. भैया आपका नाम? इधर आपका? अच्छा, आपका? अच्छा अच्छा, आप किधर का है प्रॉपर आप लोग? मिक्स है सब। अच्छा, वेस्ट बंगाल, यूपी, लखनऊ और यहाँ का भी। अच्छा अच्छा, ये क्या इधर क्या है काम? रेलवे. अच्छा अच्छा अच्छा. എൻ്റെ സൈക്കിളിൻ്റെ ബോർഡില്ലേ, ഈ ഒരു ബോർഡ് മിസ്സായിട്ടാ, എൻ്റെ ബാക്കിൽ ഇല്ല. അപ്പോൾ അതൊന്ന് നോക്കി ഇറങ്ങിയതാണ്, കാരണം സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയിട്ടാ. അപ്പോൾ ഇനി അത് ഒന്ന് അന്വേഷിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാ. അവിടെ നിന്ന് രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അതന്വേഷിച്ചുള്ള യാത്രയിലാട്ടാ. ഇത് കിട്ടുമോ എനിക്കറിയില്ല. ഒരു 90-95% കിട്ടൂലെന്നാണ് ഉറപ്പ്. എന്നാലും എൻ്റെ മനസ്സിലൊരു ഇത് ഒന്ന് പോയി നോക്കാം, ഞങ്ങൾ കിട്ടാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പയ്യെ പോയി നോക്കാട്ടാ. അപ്പം ഞാനിങ്ങനെ പോകണ വഴിയാണ്, നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വണ്ടിക്ക് വന്ന വഴിയാണ് ഇത്, കാരണം ഇന്നലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ ഞാൻ പെട്ടുപോയി ഇവിടെ വഴിയിൽ. ആ ഒരു സമയത്ത് വണ്ടിക്കാരാണ് നമ്മളെ വണ്ടി കയറ്റി കൊണ്ടുവന്നത്. പക്ഷെ ആ സമയത്ത് ഇവിടെ മിസ്സായി, വണ്ടിയിലില്ലെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ അത് അന്വേഷിച്ചുള്ളൊരു യാത്രയിലാണ് കേട്ടോ. ഇനി എങ്ങാനും കിട്ടുമെന്നൊരു പ്രതീക്ഷ മനസ്സിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ ഇല്ലാണ്ടില്ല. അപ്പോൾ അതാണ് കേട്ടോ. റോഡ് നോക്കി ഫുള്ള് ചെളിഞ്ഞ് നശിഞ്ഞിരിക്കണ കേട്ടോ. ചെറിയ റോഡാണ് കേട്ടോ. ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലമുണ്ടേക്ക് കാണാം. ഹായ് ഭയ്യ. അപ്പോൾ ഇവിടെ പണിക്കാരുണ്ട്, ഇതൊക്കെ ഒതുക്കൊണ്ടിരിക്കണായിരുന്നു. ഇന്നലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഫുള്ള് ലാൻഡ് സ്ലൈഡ് ആയിരുന്നിട്ട് ഇവിടെ. എൻ്റെ മോനെ, നമ്മുടെ ബോർഡ് ഇവിടെ എവിടെയോ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. ഇപ്പോൾ നൊനൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേട്ടാ. അപ്പോൾ പന്നോയ്ക്ക് ഒരു കടയിൽ സ്നാക്സ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ആള് പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम प्रवीण थापा है. प्रवीण, आप प्रॉपर इधर का है ना? जी हम लोग मणिपुर का ही है. अच्छा अच्छा अच्छा, ये तो नोने? हाँ, ये नोने. अच्छा अच्छा अच्छा, ओके. हाय, नाम क्या है भैया? अच्छा अच्छा, ओके ओके. अब भैया थैंक यू. हाय, आपका नाम क्या है भैया? बिलालुद्दीन. ओ, अब इधर का है ना? असम का है. अच्छा अच्छा, सिलचा. अच्छा अच्छा अच्छा, भैया का आपका दुकान है? ഓ, നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കടയിൽ നിന്ന് ഒരു 10-60 രൂപയുടെ സാധനം മേടിച്ചേട്ടാ. അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ കഴിച്ച്, കുറച്ച് സാധനങ്ങൾ സേവ് ആക്കി വെച്ചേട്ടാ. പുള്ളി പൈസ മേടിച്ചേട്ടാ. പാവം, ഞാൻ നിർബന്ധിച്ച് പൈസ മേടിച്ചോളാൻ പറഞ്ഞു, പക്ഷേ മേടിച്ചില്ല കേട്ടോ. പാവം മനുഷ്യർ. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വന്നേട്ടാ. സാറിൻ്റെ പേരെങ്ങനെ? സതീഷ്. സ്ഥലം പാലക്കാട്. ഇവിടെ എത്രയാണ് അപ്പോൾ സാറ്? 3 വർഷമല്ലേ? ഓ, പിന്നെ എങ്ങനെ പോകുന്നു ഇവിടുത്തെ? ആണ് സാറ്. ഇന്നലെ തൊട്ട് സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ഒരു ഇത് നമുക്ക് ഇന്നലെ ചായയൊക്കെ ഇട്ടെന്ന് പാവം. ഓക്കെ സാറ് ചായ കുടിച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്താണ് വിശേഷം? എന്താ ഇവിടുത്തെ സുഖം? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇംഫാൽ പോകണം. ഇംഫാൽ അങ്ങനെ ഇറങ്ങി ഇനി ഇവിടെ വേറെ മലയാളികളുണ്ടെന്ന് തോന്നല്ലേ? അല്ലേ? അപ്പോൾ അവരെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അവരെയും കാണിക്കാം. അതെ, അങ്ങനെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ എടുക്കാം. അപ്പോൾ എന്തായാലും സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സാറ് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഈ ചുക്ക് കാപ്പി അങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കാനാണ്, ഫുഡ് അങ്ങനെ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടാണ് പാവം. അപ്പോൾ ഇത് ആർമിയുടെ തന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ടാകും. നമ്മൾ ഈ ലേയിലൊക്കെ പോയ സമയത്തൊക്കെ
കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ ചെറിയ ചെറിയ കഫകളൊക്കെ ഉണ്ട്. ആർമിക്കാർ തന്നെയാണ് ചെയ്യുന്നത്. ആർമി കൺട്രിയിൽ തന്നെ ഇടാം. പിന്നെ ഇവിടെ ആകുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് കുറവാണ് ഫുഡ് കഴിക്കാനൊക്കെ. നിങ്ങൾ ലേലതാക്കൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിലും അവിടെയൊക്കെ ഫുഡിൻ്റെയൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ആർമി കഫകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ ഇന്നലെ തൊട്ട് എനിക്ക് കട്ടൻ കാപ്പി വരെയിട്ട് വന്ന ഒരു സാറാണ്. പിന്നെ ഒരു സാറും കൂടെ ഉണ്ട്. ആ സാറിൻ്റെ അടുത്തേക്ക് പോകണം. ആ സാറിനെ കൂടെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താട്ടാ എന്തായാലും. ഇവിടുത്തെ മെനു പിന്നെ വെജ് മോമോസ് 40 രൂപ, പിന്നെ ചിക്കൻ മോമോസ് 50 രൂപ, സമൂസ 10 രൂപ, ചോമീൻ 40, ജിലേബി kg ആണ് 220, പിന്നെ ഓംലേറ്റ് 2 എഗ് വന്നണി 40 രൂപ, പിന്നെ ഉത്തപ്പം ഉണ്ട് 60 രൂപ. കാരണം ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ റേറ്റ് ആണ്, അല്ലാണ്ട് ഈ പുറത്തെ കടയല്ല. കാരണം ഇവിടുത്തെ സാധനങ്ങളൊക്കെ വന്നത് ഒരുപാട് ദൂരത്തു നിന്നാണ്, ആസാമിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വന്നത്. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചപ്പോഴും ഭയങ്കര വിലയാണ്. ഇപ്പോൾ മെഡിസിൻ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ട്രെപ്സിൽസ് മേടിച്ച്, സ്ട്രെപ്സിൽസിന് ഏകദേശം 30 രൂപ കൊടുത്തേക്കണമെങ്കിൽ 28 രൂപ ഉള്ളൂ. കടകളിൽ ചോദിച്ചപ്പോൾ 40 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ലാണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടാണ്. നമുക്കിവിടെ വന്നവയ്ക്ക് ഇതേപോലെ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെയുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടിയത്. നമ്മൾ അരി മേടിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിപ്പോൾ നമ്മുടെ സൈക്കിളിലുണ്ട് കേട്ടോ. നമ്മുടെ ചുക്ക് കാപ്പി വന്നിട്ടാ. ഇത് വലിയ ഗ്ലാസ്സിലാണ്, ഇന്നലെയൊക്കെ ചെറിയൊരു ഗ്ലാസ്സിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്, തൊണ്ടവേനൊക്കെ ബെസ്റ്റാണെന്നാണ് സാറ് പറഞ്ഞത്. കണ്ടില്ലേ, ആർമിയുടെ ഒരു ഇതാണ്ടാ. ഇപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പിന്നെ സാറിനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഞാൻ വീഡിയോ എടുത്തില്ല, എനിക്കൊരു മടി ഉണ്ടായിരുന്നു ചോദിക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ആഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മെയിനായിട്ട് പിന്നെ ഒരു പട്ടാളക്കാരായതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരുടെയും വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. പിന്നെ എനിക്ക് ചോദിച്ചു തന്നെ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. പിന്നെ എനിക്കൊരു മടിയായിപ്പോയി. ഞാൻ എന്തായാലും അവരുടെ ഫോട്ടോ കൊടുക്കാട്ടാ, ഇതിൽ വീഡിയോയിൽ കൊടുക്കാട്ടാ. കാരണം ഭയങ്കര അധികം നന്ദിയുണ്ട് സാറുമാരോട്. ഇപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ തന്നു വിട്ടേട്ടാ. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരുപാട് സഹായിച്ച് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടതിനും വലിയ സന്തോഷമായിരുന്നു. പിന്നെ സ്റ്റേജ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവർ തന്നെ സാറ് തന്നെയാണ് അറേഞ്ച് ചെയ്ത് തന്നത്. ഭയങ്കര സന്തോഷം. അപ്പോൾ പോകാറായപ്പോൾ സാറ് കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടേട്ടാ. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്, ഒരു പാക്ക് ചെയ്താണ് തന്നു വിട്ടേട്ടാ. കുറച്ച് ബിസ്ക്കറ്റ് പിന്നെ മാഗി പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് സാറ് തന്നു വിട്ടതാണ്. പോകാണ വഴിക്ക് കഴിക്കാമല്ലാതെ എന്നോട് വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണോ കേട്ടാന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്കിപ്പോൾ ഓൾറെഡി എന്തെങ്കിലും അരി കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ചോദിച്ചല്ല. അപ്പോൾ ഇതെന്തായാലും തന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഞാനൊരു ഫോട്ടോ കൊടുത്തേക്കാം, സാറിൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം. ഞങ്ങൾ വയ്ക്കണ ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പം ഇംഫാൽ പോണ റൂട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ രാവിലെ തുടങ്ങേണ്ടിയായിരുന്നു കേട്ടോ. എന്തായാലും പയ്യെ നമുക്ക് പോവാം കേട്ടോ. റൂട്ടേ കുറച്ച് മോശമാണ് കേട്ടോ. പതിയെ നേരമായിട്ട് കുറച്ച് മോശം റൂട്ട് കാര്യങ്ങളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പണി നടന്നിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ റോഡൊക്കെ ശരിയാവും എന്നാണ് പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളുള്ളത് നൊനയിൽ തന്നെയാണ് കേട്ടോ. നൊനയിൽ നമ്മൾ അധികം ദൂരം പോയിട്ടില്ല, ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ പോകുന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഈ റോഡ് പണിക്കാർ ചെയ്തു വെച്ചേക്കുന്നതാണ്. കാരണം അവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും അങ്ങനെ അതിനൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ പല ഷെഡ് കാര്യങ്ങളൊക്കെ ഉള്ള. അടിയിലൊരു ഗ്രാമം കാണുന്നുണ്ട്, അത് ഏതാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ വൈകിട്ട് രാത്രി ടൈമിലൊക്കെ നല്ല രീതിയിൽ ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് കുറച്ച് ഇങ്ങനെ ദൂരം വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് എൻ്റെ സൈക്കിളിലെ ബോർഡ് മിസ്സായിട്ടാ. കണ്ടില്ലേ, സൈക്കിളിലെ ബോർഡ് മിസ്സായി. ഇപ്പോൾ ബോർഡില്ലാണ്ടുള്ള യാത്രയിലാണ് കേട്ടോ. ഫ്രണ്ടിലുണ്ട് കേട്ടോ ബോർഡ്, ഫ്രണ്ടിൽ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മുടെ സാറ് തന്ന സാധനങ്ങളാണ്. അപ്പോൾ ദേ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം കിടന്നട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ, ഒരു മെമ്മോറിയൽ പോലത്തെ ഒരു ഇതുണ്ട്, നോക്കാം കേട്ടോ. സ്റ്റേറ്റ് സെക്രട്ടറി, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു മെമ്മോറിയലാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ പയ്യെ പോകണം. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പയ്യെ പോകുള്ളൂ. പക്ഷേ ഇവിടുന്ന് കാണാനുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. നോക്കി സെറ്റല്ലേ ഇവിടുന്ന് കാണാൻ വേണ്ടി, നല്ല അടിപൊളി ഇതാണ്ടാ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടേ. ഞാനപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ പയ്യെ ഇറങ്ങണം കുറച്ച് നേരം കഴിഞ്ഞിട്ട്.
ബോർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. നമ്മളിനി ഇംഫാൽ എന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ. കാരണം ഇന്ന് ശരിക്കും എനിക്ക് ഇവിടെ നൊനയിൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മന്നോയ്ക്ക് ഒരു പുള്ളീനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ടൈം എടുക്കും. ഇന്ന് എല്ലായിടത്തും അടച്ചിട്ട് തന്നെ. കാരണം ഇവിടെ ഒരു ഫുള്ളും ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച കൊണ്ട് അറിയാമല്ലോ, അവർക്ക് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരു സാധനം പോലും കിട്ടൂല. പിന്നെ അങ്ങോട്ട് പോകണമെങ്കിലും ഒന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് ക്യാരി ചെയ്യാൻ. പിന്നെ വേണമെങ്കിൽ പോകണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. പല ക്യാമ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പട്ടാളത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇവർ തരും. നമ്മൾ ആരായാലും ഇപ്പം ഞാനല്ലെങ്കിൽ ആര് ചെന്നാലും തരും. ഭക്ഷണത്തിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും പയ്യെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ വന്നിട്ടേ ഒറ്റ കടയെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നില്ല കേട്ടോ. ഇവിടെ ഒരു കട പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ. പിന്നെ അവിടെ അറ്റത്തൊരു കട പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നോയ്ക്ക് ഇത്ര നേരം ഒരു കട പോലും തുറന്നാൽ കണ്ടില്ല. ഇപ്പോഴായിട്ടൊരു കട കണ്ട. കാരണം ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഇവർ കടയും കാര്യങ്ങളൊന്നും അങ്ങനെ തുറക്കൽ കുറവാണ്. അത് ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ബാക്കി കടകളൊക്കെ തുറക്കൽ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നോയ്ക്ക് ഒരു കാത്തലിക് ചർച്ചൊക്കെയാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ച കൊണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കണില്ല, ഒച്ചേനൊക്കെ ഒന്നും കേൾക്കണില്ല. സാധാരണ പള്ളിയിലൊക്കെ ഒരു ഒച്ചേനൊക്കെ സാധാരണ കേൾക്കണേ കണ്ടാ. പക്ഷെ ഇപ്പോൾ ആരെയും കണ്ടില്ല. കണ്ടില്ലേ, ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇതും ഇന്ന് ഞായറാഴ്ച കൊണ്ടാന്ന് തോന്നുന്നു. ആരെയും കാണല്ല കേട്ടോ. ഒരു രക്ഷയില്ലാട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്. മരിച്ചിരിക്കണെന്നാണ് പറയണ്ട. ഇത് എനിക്ക് നല്ല വെയിലാട്ടോ. ഞാൻ ഈ ഒരു ചെറിയൊരു തണലിട്ട് ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നന്ദി. ശരിക്കും മഞ്ഞൊഴിക്കൊന്നും തണല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എവിടെയും കയറിയിരിക്കാൻ. പിന്നെ ഉള്ളത് ഇന്ന ഒരെണ്ണം അവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിൽ. നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് വെയിലത്തൊക്കെ കുറേ നേരം റെസ്റ്റ് എടുത്തു. കാരണം തണലുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വെയിലത്തൊക്കെ റെസ്റ്റ് എടുക്കണം. കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കയറ്റവും കാര്യങ്ങളാണ്. ഇംഫാലിന് ഏകദേശം 44-50 കിലോമീറ്ററിൻ്റെ അടുത്തല്ല കേട്ടോ. എന്തായാലും പയ്യെ പോകാമല്ലാന്ന് വെച്ച്. ഇവിടെ ഇനിയിപ്പോൾ വെള്ളം എൻ്റെ കയ്യിൽ 3 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. 3 കുപ്പി വെള്ളം ഞാൻ നിറച്ചിട്ടാണ് വന്നത് കേട്ടോ. അത് ഇനിയിപ്പോൾ ഒരു കുപ്പിയില്ല, 1/2 കുപ്പിയേ ഉള്ളൂ. ബാക്കിയെല്ലാം മൊത്തം തീർന്ന്. ഭയങ്കര രീതിയിൽ വെള്ളം കുടിക്കാൻ കേട്ടോ. കാരണം നല്ല വെയിലെന്ന് പറയുന്നത് അപാര വെയിലാണ്. എന്തായാലും പയ്യെ പോവാട്ടോ. ഏതെങ്കിലും വല്ല വണ്ടി വന്നെങ്കിൽ കൈ കാണിച്ചിട്ട് വല്ല വെള്ളവും ഉണ്ടാകുന്ന ചോദിച്ചു നോക്കാം. വെള്ളം തീരാറായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നടപടിയാവില്ല. പിന്നെ ഫില്ല് ചെയ്യാനൊന്നും എവിടെയും ഒരു ഉറവൊന്നും കാണില്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാറുണ്ട്. അന്വയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, आपका नाम क्या है भैया? अलेक्स. ओ आप नोने का है? अच्छा भाई, आपका नाम? ओहिम गाय. नोने. अच्छा भैया, आप लोग का नाम? अमृत. आपका नाम क्या है? खान. आप लोग इधर इम्फाल से आएगा आज? अभी इम्फाल से आया. अच्छा उधर कैसे? उधर इस टाइम तो अभी तो ठीक है. अच्छा, रास्ता कैसे उधर चढ़ाई है? तो अभी थोड़ा अप हो जाएगा इसमें जानते में. ओ कितना दूर तक? क्या है, हरम ना. इधर से हरम तक तो आपको पूरा अप जाना पड़ेगा. खरम. अच्छा, कोलेन से पूरा डाउन आ जाएगा. अच्छा, कोलेन. बिली तक. अच्छा ഓക്കെ. താങ്ക് യു. അപ്പോൾ നമുക്ക് വന്നോയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ തന്നിട്ട് താങ്ക് യു ഭയ്യ. താങ്ക് യു സോ മച്ച്. നല്ല വെയിലാണ്ടാ. രക്ഷയില്ല. സീനാണ്ടാ. എവിടെയും ഇനി റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല കേട്ടോ. പോണേക്ക് എവിടെയും മരത്തണലോ ഒന്നുമില്ല. ഇതാണ്ട അവസ്ഥ. മേളിലൊക്കെ പിന്നെ ഒരുപാട് വാഴക്കൃഷിയൊക്കെ കാണണ്ട കേട്ടോ. ഇനി ആകെ 1/2 കുപ്പി വെള്ളമുള്ളൂ. ഇനി ഇവിടെ എവിടെയും വീടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വെള്ളം എടുക്കാൻ പറ്റിയ സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നു സീനാണ്. എവിടെയല്ലേ കയറിയിരിക്കണം. പക്ഷെ ഇവിടെ സ്ഥലമില്ല കേട്ടോ. ഒരു വണ്ടി വന്നുണ്ട് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിൽ. വരുന്ന വഴിക്ക് നല്ലൊരു തണൽ കിട്ടിയിട്ടുണ്ട്. അത് നോക്കിയേ, ഈ ഒരു മലയുടെ ഇതിൽ നല്ല തണൽ കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി വെയിലെന്ന് പറയുന്നത് അമ്മാതിരി വെയിൽ. എൻ്റെ കയ്യിൽ ഇത്തിരി വെള്ളമുള്ളൂ കേട്ടോ. ആയിക്കുടിയിൽ ഈ ഒരു ചെറിയൊരു കുപ്പി വെള്ളം മാത്രമേ ഉള്ളൂ. അത് തീർന്നു. ഇനി ഇവിടുന്ന് കുറേ പോകണം നമുക്ക്. എനിക്ക് തോന്നുന്നു ആ കയറ്റം ഇങ്ങനെ കയറി വേണം പോകാൻ തോന്നട്ടെ. ഒരു പിടുത്തമല്ല എന്താണെന്ന്.
എന്തായാലും പയ്യെ നോക്കാം നമുക്ക്. ഞാനപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഒന്ന് വെയിലൊന്ന് കുറഞ്ഞിട്ടെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ച് ഇങ്ങനെ പയ്യെ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബോർഡ് അത് ഇല്ലാണ്ട് എന്തോ പോലെ സൈക്കിളിന്. ഞാൻ ശരിക്കും ഈ ബോർഡൊക്കെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ ബോർഡൊക്കെ ഇങ്ങനെ വെച്ചൊരു യാത്രയൊക്കെ പോകണമെന്ന്. കാരണം പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കേരള ടു കാശ്മീർ, കേരള ടു ലഡാക്ക്, കേരള ടു ഓൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു ഡ്രീമായിരുന്നു. ഞാൻ പലപ്പോഴൊക്കെ പണ്ട് ഒരുപാട് സ്റ്റാറ്റസ് ഇട്ട് നടന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ കമ്പനിക്കാർക്ക് ആണെങ്കിലും അവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ ഒരുപാട് ഇട്ട് വെറുപ്പിക്കുവാന്ന് ഇതേപോലെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു പബ്ലിസിറ്റിയും കൂടിയാണ്. കാരണം നമ്മൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണടുത്ത് എല്ലാവരും കാണും നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് ഇപ്പോൾ അടിച്ചത്. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം കൂടെ പുറകിലടിക്കണം അങ്ങനെ വിചാരിച്ചിങ്ങനെ വേണ്ട. പിന്നെ അവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടാകുന്നുണ്ട് ചെറിയ രീതിയിൽ. എന്നാലും നോക്കിയേ കുറച്ച് നേരം കൂടെ ഒക്കെ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പയ്യെ ഇറങ്ങാം കേട്ടോ. കയറാനുള്ള കയറ്റിൻ്റെ കാണിച്ചു തരാട്ടാ. അടിപൊളി കയറ്റണം എന്നത്. ഇത് ഈ കാണുന്ന റോഡില്ലേ ഇതിങ്ങനെ പോയി അതുണ്ടല്ലേ അങ്ങനെ മേലിലേക്ക് ഇങ്ങനെ കറങ്ങി ഇതിങ്ങനെ പോകണം കേട്ടോ. ഇവിടെ ഒരു റോഡുണ്ട്, അവിടെ കൂടി വണ്ടി പോകണം കേട്ടോ. അപ്പോൾ ആ വഴി വേണം നമുക്ക് അങ്ങനെ കയറി പോവാൻ. നല്ല കയറ്റം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് ഗ്രാമങ്ങളൊന്നുമില്ല. പോണേക്ക് എന്തെങ്കിലും ഗ്രാമങ്ങളോ പോലെ കിട്ടുമെങ്കിൽ അവിടെ നിൽക്കാനാന്ന് വെച്ചിട്ട് തന്നെ ഒരു 4 മണിയാറായി. ഇനി അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, വെള്ളം പോയിട്ട് ഒന്നും കിട്ടൂല, രക്ഷയില്ല. ഇന്ന് നമ്മൾ നല്ല രീതിയിൽ സ്റ്റക്കായി പോയല്ലോ. ഇപ്പോൾ കേട്ടോ അവിടെ മേലിൽ കൂടെ ഒരു വലിയ വണ്ടിയൊക്കെ പോകണ്ട കേട്ടോ. കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇതേ കണ്ടില്ലേ ഈ വഴിയാണ്ട് ഇങ്ങനെ കയറി പോകേണ്ടത് കണ്ടില്ലേ. ഇങ്ങനെ നേരത്തെ ആ ഒരു കണ്ട ഒരു കയറ്റില്ല ശരിക്കും നമ്മൾ അവിടെ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ടാ. നേരത്തെ ഞാൻ കാണിച്ചില്ലേ ആ ഒരു കയറ്റം കേട്ടാ. അത് കയറി വന്ന് നല്ല അടിപൊളി കയറ്റം കേട്ടാ. നല്ല വെയിലുണ്ട്, ഇതുവരെ വെയിൽ പോയിട്ടില്ല. പിന്നെ വന്നേക്ക് വെള്ളം നിറച്ചില്ല. അവിടെ ഒരു CRPFൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു, വേറെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ കയറി വന്നപ്പോഴാണ് കുറച്ച് വീടുകളൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഫില്ല് ചെയ്തേട്ടാ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ സ്നാക്സ് ഇരിപ്പുണ്ടാകുന്നത് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേട്ടാ. പിന്നെ എന്തായാലും പയ്യെ പോവാട്ടാ. ശരിക്കും നമ്മളെ ഇനിയിപ്പോൾ ഇംഫാലെത്തണം. ഇംഫാലെത്തിയിട്ട് ഉക്രുൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പയ്യെ കയറി എന്തായാലും നോക്കണം കേട്ടോ. ഒരു കയറ്റം കയറി വന്നപ്പോൾ ഒരു പുള്ളിനെ കണ്ടിട്ടാ. അപ്പോൾ പുള്ളി ഇങ്ങനെ വണ്ടിക്ക് വന്ന് നിർത്തിയതാണ്. അപ്പോൾ എന്നോട് വണ്ടിക്ക് കയറ്റാൻ പറഞ്ഞതാണ്. ഹായ് ഭയ്യ, आपका नाम क्या है? सांग. आप किधर का है? तमेंगलोंग. किधर जाएगा? इम्फाल. तो क्योंकि ये लोड लेके जाएगा और तो मुर्गा का होता है ना. अच्छा मुर्गा का खाना है. अच्छा. हाँ किधर से लेके आएगा? नहीं अच्छा किधर से लेके तमेंगलोंग लेके जाएगा. अच्छा तो बहुत हैप्पी है भैया देखने के लिए. ओके थैंक यू. आप ओके सी यू. ഓ ഷുവർ. വന്ന വഴിക്ക് ഇവിടെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിനി പോകാൻ പോണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്കി ട്രൈബ്സ് ഉള്ള റൂട്ടാണ്. കാരണം കുറച്ച് പ്രശ്നക്കാരാന്നാണ് കേട്ടത് ഇവിടെ. അവിടെയൊക്കെ ആരും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച കൊണ്ട് എല്ലാ വീട്ടുകാരും കൂടെ സംസാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരൊക്കെ പരിചയപ്പെടാൻ പറ്റുമോ നോക്കാം. ശരിക്കും ഇവിടെ ട്രൈബ്സ് കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ കുക്കി, നാഗ അങ്ങനെയുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ നിന്നത് നാഗ എന്ന് പറഞ്ഞ ട്രൈബ്സിൻ്റെയൊക്കെ ആ ഒരു കൂട്ടത്തിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങാട് പോകുമ്പോൾ കുക്കി എന്ന് പറഞ്ഞ ട്രൈബ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നാണ് കേട്ടത്. അപ്പോൾ അറിയില്ല. ഇപ്പോൾ നമ്മൾ പോണേക്കൊന്നും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നട്ടോ. നമ്മൾ ടൂറിസ്റ്റുകൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നാണ് കേട്ടിട്ടുള്ളത് ഇതുവരെ. പിന്നെ ഇനി അങ്ങോട്ടേക്ക് ഏറ്റവും കേട്ടോ ഫുള്ള്